എന്തൊരു കഥയാണ് അയാളുടേത്. ഡോക്ടർമാർ വിധി പറഞ്ഞ പാദങ്ങൾ കൊണ്ട് ഭൂതകാലവും ഭാവിയും അയാൾ തനിക്ക് അനുകൂലമായി അളന്നെടുക്കുന്നുണ്ട്. 2014 മുമ്പ് ലോകം മുഴുവൻ താൻ മിശികയെ അത്ഭുതകരമായ കളിയിലൂടെ അയാൾ തുറന്ന് കാണിക്കുന്നു. എന്നാൽ മിശികയുടെ കുരിശുമരണം പോലെ ഫൈനലിൽ പരാജയപ്പെട്ട 2014 ലോകകപ്പ്, ദുഃഖശനി പോലെ വിലാപത്തിന് 2018 ലോകകപ്പ്, ഒടുവിൽ ലോകത്തിന് മുഴുവൻ മിശികയായി മാറിയ 2022 ലോകകപ്പ്. അയാൾ ഫുട്ബോളിൻ്റെ മിശികയാണ്. ഗോളുകളും അസിസ്റ്റുകളും പാസുകളുമായി മാന്ത്രിക സൃഷ്ടിച്ചയാൾ. മരണത്തിൽ നിന്നും ഉയർത്തെന്നിട്ട് പൂർണ്ണതയെ പുൽകിയവൻ. നിരന്തരമെന്നോണം മുൾക്കിടം ചുടിച്ചും കുരിശിലേറ്റിയും ചാട്ടവാർ കൊണ്ടടിയേറ്റും അയാളുടെ രക്തം വീണ ഫുട്ബോൾ മൈതാനങ്ങളിൽ തന്നെ ഒടുവിൽ അയാളുടെ ഉയർത്തെന്നിൽപ്പ് നിശബ്ദമാക്കിയത് വിമർശക ലോകത്തെ മാത്രമല്ല, തന്നെ അംഗീകരിക്കാത്ത ലോകത്തെ കൂടിയായിരുന്നു. അവസാനിച്ചെന്ന് വിശ്വസിച്ചവർക്ക് മുന്നിൽ 38-ാം വയസ്സിലും അയാളുടെ ആട്ടം 900 ഗോളുകളെ സ്പർശിച്ചുവെന്ന സന്ദേശം നൽകുന്നത് കാണാം. വിശ്വസിച്ചവരോട് അടുത്ത വിശ്വവേദിയിലേക്ക് താൻ തയ്യാറെടുക്കുന്നുവെന്ന സന്ദേശവും കൈമാറുന്നു. അയാളുടെ കളിയെക്കുറിച്ച് എഴുതരുത്, ആസ്വദിക്കുക മാത്രം ചെയ്യുക എന്നൊരിക്കൽ പെപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എഴുതിയിട്ടും പറഞ്ഞിട്ടും മതിയാകാത്ത ഒരു കവിത പോലെ അയാൾ ഉള്ളിൽ അങ്ങനെ പെയ്ത് നിറയുകയാണ്. അതുകൊണ്ട് തന്നെ മെസ്സി മാജിക്കുകൾക്ക് അറുതി വരണമെന്ന് ആഗ്രഹത്തിൻ്റെ കണികയിൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇനിയും നിങ്ങൾ ആ പച്ചപ്പുല്ലിനെ തീപിടിപ്പിക്കണം. ഇനിയും ആ ഇടംകാൽ കൊണ്ട് എതിർ ഡിഫൻഡർമാരെ ഓരോന്നും ഗ്രൗണ്ടിൽ അപമാനിതരാക്കണം. ഇനിയും ഏറെ നാൾ ആ മോഹനമായി കേളി ശൈലി കൊണ്ട് നിങ്ങൾ ആനന്ദത്തിൽ ആറാടിക്കണം. അങ്ങനെ കേവല മർത്യന്മാരെ ഞങ്ങളെ അമരന്മാരാക്കണം. പ്രണയമേ, വികാരമേ, കോടാനുകൂടി മനുഷ്യ മനസ്സുകളുടെ ആവേശമേ, ഈ കാൽപന്ത് ലോകത്തിൻ്റെ സർവാധിപനായി നിങ്ങൾ തുടരണം. ദേശീസ് ലയണൽ ആൻഡ്രസ് മെസ്സി. His illustrious career